ന്യൂജേഴ്സിയിലെ കാണികളെ സാക്ഷിയാക്കി സ്പെയിൻ ലോകകപ്പ് കിരീടം ഉയർത്തുമ്പോൾ ചരിത്രതാളുകളിൽ കുറിക്കപ്പെട്ടത് ഫെറാൻ ടോറസ് എന്ന കത്തോലിക്ക വിശ്വാസിയായ കായിക താരത്തിന്റെ പേര് കൂടിയാണ്. അർജന്റീനയ്ക്കെതിരായ കലാശ പോരാട്ടത്തിൽ നേടിയ ആ നിർണായക ഗോളിലൂടെ സ്പെയിനിലെ 47 ദശലക്ഷം ജനങ്ങളുടെ സ്വപ്നമാണ് സഫലമായത്. ടൂർണമെന്റിലുടനീളം വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന തനിക്ക് ഈ ഗോൾ വലിയൊരു ആശ്വാസമാണ് നൽകിയതെന്ന് ടോറസ് വെളിപ്പെടുത്തി. ദൈവം എപ്പോഴും എനിക്ക് മുൻപോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നുവെന്ന് മത്സരശേഷം വികാരാധീനനായി ടോറസ് പങ്കുവച്ചിരുന്നു. ഫൈനലിന് തൊട്ടുമുൻപ് പുറത്തുവന്ന വീഡിയോയിൽ തന്റെ ജീവിതത്തിലെ ദൈവവിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ടോറസ് സംസാരിച്ചിരുന്നു. വിശുദ്ധ കുരിശും പരിശുദ്ധ കന്യകാമാതാവിന്റെ രൂപവും എപ്പോഴും തനിക്കൊപ്പമുണ്ടെന്നും ദൈവം കൂടെയുണ്ടെന്ന ഉറച്ച വിശ്വാസവുമാണ് തന്റെ ഏറ്റവും വലിയ പിന്തുണയെന്നും ഈ ബാഴ്സലോണ താരം സാക്ഷ്യപ്പെടുത്തുന്നു. ലോകകപ്പ് വിജയത്തിന് ശേഷം മാഡ്രിഡിൽ നടന്ന കൂറ്റൻ വിജയാഘോഷ പ്രകടനത്തിലും ടോറസിന്റെ കത്തോലിക്ക വിശ്വാസം ശ്രദ്ധ നേടി. കഴുത്തിൽ കുരിശും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രവും അടങ്ങിയ മാലയും ധരിച്ചാണ് ടോറസ് ആരാധകരെ അഭിവാദ്യം ചെയ്തത്. കരിയറിലെ നിർണായക ഘട്ടങ്ങളിലെല്ലാം തനിക്ക് ആത്മീയ കരുത്ത് നൽകിയത് ഈ ദൈവവിശ്വാസമാണെന്ന് താരം സാക്ഷ്യപ്പെടുത്തുന്നു. ടോറസിനൊപ്പം സ്പാനിഷ് പരിശീലകൻ ലൂയിസ് ഡി ലാ ഫ്യൂവും തന്റെ കത്തോലിക്ക വിശ്വാസത്താൽ ശ്രദ്ധേയനാണ്. വിജയങ്ങൾക്കായി മാത്രമല്ല, ഓരോ ദിവസത്തെയും ജീവിതത്തിനായി ദൈവത്തിന് നന്ദി പറയാനാണ് താൻ പ്രാർത്ഥിക്കാറുള്ളതെന്ന് സെമി ഫൈനലിന് മുന്നോടിയായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്.